പതിപോലെ എണീറ്റിട്ട് ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലൊക്കെ ആയി വന്നപ്പോൾ ഞാൻ മണിക്കൂട്ടനെ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അവനെ ട്യൂഷനൊക്കെ വിട്ടു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം കാപ്പിയാണ് ഉണ്ടാക്കണത്, ചായയല്ല. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആറ്റി അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നൂലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നൂലപ്പം കുറുമക്കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കണ പോലെ എൻ്റെ സ്റ്റൈലിൽ ഞാനൊരു കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വേഗം ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ വാർത്തെടുത്തു. പിന്നെ ചെറുകായ കിട്ടിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറ ഇളകാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു. അപ്പോൾ കാലത്തേക്ക് കറയൊക്കെ ഇളകി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, കായയിൽ കറയൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി അതൊക്കെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ വാരിയിടുകയാണ്. അപ്പോൾ കുക്കറിൽ 1-2 വിസിലടിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാലും മതി. എന്നിട്ട് തുറന്ന് നോക്കിയാൽ കറക്റ്റ് വേവായി കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലോണം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കാച്ചിയെടുത്ത നല്ല ടേസ്റ്റാണ് കായപ്പേരി. അപ്പോൾ ഞാൻ വേഗം അത് കുക്കറിൽ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നൂലപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് കയ്യിലോണ്ടാണ് ഇളക്കിയെടുക്കണത്. അപ്പോൾ അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി നേരം ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളയും ഞാൻ വൈകുന്നേരം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സബോള രാത്രി അരിഞ്ഞ് വെക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എല്ലാത്തിനും നേരം കിട്ടാറില്ല. അത് കാരണം ഞാൻ സബോളയും കൂടി അരിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ എണീറ്റ വശം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം പിന്നെ ഇനി വിറ്റടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇന്ന് കുളി കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ജലദോഷവും തൊണ്ടവേദനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് രണ്ടാമതും തൊണ്ടവേദന തുടങ്ങി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തൊട്ടേ ഭയങ്കരമായിട്ടുള്ള തൊണ്ടയിൽ ഭയങ്കര അസ്വസ്ഥതയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അത് കാരണം പിന്നെ ഞാൻ തലേന്നും കുളിക്കേണ്ട, ഇത്തിരി വൈകിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് നല്ല തണുപ്പല്ലേ, അത് കാരണമാണ് കുളിക്കാത്തത്. അപ്പം അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോണ നേരത്തോടു കൂടി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ഉപ്പേരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കായൊക്കെ ആയി വന്നപ്പോഴേ ഞാൻ വേഗം അത് മുളകിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി പിന്നെ കുറച്ച് കുത്തുപൊടി ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെ രണ്ടും കൂടിയിട്ട് അതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കുത്തുപൊടി തന്നെ ഇട്ട് കഴിഞ്ഞാലേ എന്തോ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ഒരു തരം ഭയങ്കരമായിട്ട് ഇങ്ങനെ മുളകിൻ്റെ ഒരു ഇത് തോന്നും. അത് കാരണം ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊക്കെ യോജിപ്പിച്ചു. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ഉരുളൻകിഴങ്ങും സബോളയും കൂടിയിട്ട് കഴുകി വാരി കുക്കറിലിടുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടണില്ല. കുറച്ച് പച്ചമുളകും അരിഞ്ഞിടും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടല്ല ഞാൻ ഇട്ടത്, ചതച്ചിട്ടാണ്. പിന്നെ കുറുമക്കറി ഞാൻ പറഞ്ഞില്ല അത്രയ്ക്ക് വെക്കാൻ അറിയൊന്നുമില്ല. അത് പിന്നെ നാളികേരത്തിൻ്റെ പാലല്ല ഞാൻ ഒഴിച്ചത്, നാളികേരം അരച്ചൊഴിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ ചെയ്താലും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ വേഗം സബോളയും പിന്നെ ഉരുളൻകിഴങ്ങും കഴുകി വാരിയിട്ടതിലേക്ക് മുളകും പിന്നെ മറ്റേ ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളമായിട്ടേ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. അപ്പം അങ്ങനെ അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാനത് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച. അപ്പോൾ അത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് കറി വെച്ചു. പിന്നെ നല്ലോണം ചെറിയ മീനായിരുന്നു, അത് കാരണം പിന്നെ കറി വെക്കണില്ല, ഇനി അത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാളയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വരഞ്ഞെടുത്തു. വരേണ്ട ആവശ്യമൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ നല്ലോണം ചെറിയ ചാളയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് വരയൊന്നും വേണ്ടാന്ന്. പിന്നെ എനിക്ക് തോന്നി ഉപ്പും മുളകൊക്കെ പിടിക്കണമെങ്കിൽ അത് വരഞ്ഞാലല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം അത് മുളകൊക്കെ തിരുമ്പാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ എണീറ്റ വശം ജനലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ജനലൊക്കെ തുറന്നിട്ടു. ഉപ്പേരിയൊക്കെ കാച്ചിയപ്പോഴേ അതിൻ്റെ എരിവിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് ജനലൊക്കെ തുറന്നിട്ടു. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പ് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ മുളക് പൊടി ഞാൻ ഇത് ഓണത്തിന് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പൊടിച്ച് കൂടുതൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് കഴിയുമ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്നാണ് ഞാൻ എടുക്കുക. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം മുളകും പൊടിയൊക്കെ പകർത്തിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ മീനിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ടില്ല, വെറുതെ അതൊക്കെ ഇട്ടിട്ട് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി അവിടെ മാറ്റി വെച്ചു. അപ്പം അങ്ങനെ മീൻ വറുത്തതും കായപ്പേരിയും അച്ചാറും കൂടിയിട്ട് വിജയശേട്ടന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. വാവച്ചിക്ക് മണിക്കൂട്ടിന് പിന്നെ അച്ചാറൊന്നും വേണ്ട, മീൻ വറുത്തതും കായപ്പേരിയും മതി, അവരത് കൊണ്ട് പൊക്കോളും. പിന്നെ ഇതുപോലെ കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഞാനത് കൊടുത്തയച്ചില്ല, അതെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്ക് നാശമായാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ വേഗം പിന്നെ നൂലപ്പത്തിലേക്കുള്ള ഉണ്ടാക്കാനുള്ള ഇതൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പരട്ടിയെടുത്തു.
വെളിച്ചെണ്ണയൊക്കെ പരട്ടിയെടുത്ത് അവിടെ വെച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് അയ്യോ പൊടി കുഴച്ചെടുത്തില്ലല്ലോ എന്ന്. പൊടി ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് കുഴച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലോണം കുഴച്ച് പദം വരുത്തിയാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാലും എന്താണെന്നറിയില്ല, ഇത്തിരി ഇങ്ങനെ കല്ല് പോലെ തന്നെയായിരുന്നു നൂലപ്പം. പൊടിയുടെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ നേരമൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ചാറുകറി ഒന്നും വെക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, ചാറുകറി എന്നും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയായിട്ട് വൈകുന്നേരത്ത് കളയണം. അത് കാരണം ചാറുകറി ഒന്നും വെച്ചില്ല. അപ്പോൾ ഇന്ന് ഉപ്പേരി, മീൻ വറുത്തതും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളയും കുക്കറിൽ കിടന്നിട്ട് വേവണുണ്ട്. അപ്പോൾ അത് ഇത്തിരി നന്നായി വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ നേരം ഇതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി എനിക്ക് കുറുമക്കറിയൊക്കെ ശരിയാക്കണം. നാളികേരം ചിരകിയെടുക്കണം. അപ്പം അങ്ങനെ നാളികേരം ചിരകിയെടുത്തിട്ട് നാളികേരം പെരിഞ്ചീരകവും കൂടി അരച്ചിട്ട് അതിലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ നൂലപ്പത്തിനുള്ളതൊക്കെ ഞാനായി വന്നപ്പോൾ വേഗം എനിക്ക് തോന്നി പഴം 2 ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴം പുഴുങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഇതിൽ 2 തട്ട് നൂലപ്പം വെക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു പഴം നമുക്ക് ഈ അടയൊക്കെ പുഴുങ്ങണ ഒരു തട്ടുണ്ടല്ലോ, അതിൽ ഞാൻ പഴമൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 പഴമല്ലേ ഉള്ളൂ, അതൊക്കെ നിരത്തി അതിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു തട്ടിലാണ് നൂലപ്പം വെച്ചത്. അപ്പം അങ്ങനെ ഇതുപോലെ 3 തട്ട് നൂലപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, വൈകുന്നേരത്ത് ഇതുപോലെ ഉണ്ടെങ്കിൽ അവർ കഴിക്കും. പക്ഷേ ഇല്ലെങ്കിൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും വല്ല മിച്ചർ അവലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നാളികേരമൊക്കെ ചിരകിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവർ കഴിച്ചോളും. പക്ഷേ പഞ്ചസാരയ്ക്കൊക്കെ നല്ല ചിലവാണ് എപ്പോഴും എടുത്തിട്ടേ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും പറയും പഞ്ചസാര ഒന്നും അധികം കഴിക്കല്ലേ മണിക്കുട്ട വാവിച്ചി എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വേഗം നൂലപ്പൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഈ പഴം പുഴുങ്ങാനായിട്ട് വെച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പം അങ്ങനെ ഓരോ തട്ടായിട്ടാണ് വെക്കാൻ പറ്റുള്ളൂ. എന്നാലും സാരമില്ല, അങ്ങനെ ആയാലും നമുക്ക് വെച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വേഗം ഞാൻ ഈ പഴം പുഴുങ്ങാൻ വെച്ചതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തു. അത് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നാളികേരം അരച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം നാളികേരവും പെരിഞ്ചീരകവും കൂടിയിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തു. അപ്പോൾ പാല് പിഴിഞ്ഞൊഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തിനാ അത് പാല് പിഴിയാനൊക്കെ നിൽക്കണേ, അത് അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അതുപോലെയുള്ള ഒരു കുറുമക്കറി മതി. അപ്പം അങ്ങനെ അതുപോലെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ നാളികേരം അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതൊക്കെ അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ മിക്സിയൊക്കെ നന്നായി, ഞാൻ പറഞ്ഞില്ലേ ഈ മിക്സിയുടെ വാഷറിന് തീരെ ഒരു ഇതില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ എപ്പോഴും ഒലിച്ചിറങ്ങും. അത് കാരണം മിക്സിയിലൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നൂലപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇറക്കി അവിടെ മാറ്റി വെച്ചു. നല്ല ചൂടല്ലേ, അപ്പോൾ മാറ്റി വെച്ചു. അപ്പോഴും പഴം വെച്ചതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്നും കൂടി അടച്ചു വെച്ചു. അവിടെ ഇരുന്നിട്ട് പഴം വേവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അടുത്ത തട്ട് നൂലപ്പം കൂടി പിഴിഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ തട്ടായിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അല്ലാണ്ട് 2 തട്ട് ഒറ്റയടിക്ക് വെക്കാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പഴം അല്ലെങ്കിൽ പിന്നെ പഴം പുഴുങ്ങാനായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വേണ്ട, ഇതുപോലെ ആയാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം നൂലപ്പൊക്കെ വേഗം ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്കിന്ന് ജോലിക്ക് പോകണം, പിന്നെ ബിജാഷേട്ടനും മക്കൾക്കൊക്കെ പോകണം, അവർക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. പിന്നെ മണിക്കൂട്ടന് ഇപ്പോൾ മോഡൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ട്യൂഷൻ കഴിഞ്ഞ് വരും. എന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് സ്കൂളിലെത്തണം. അപ്പോൾ ആൾ 6 മണിക്ക് ട്യൂഷന് പോയി 7:30 വരും. പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് പിന്നെയും പോവും ട്യൂഷന്. അപ്പം ഞാൻ വേഗം ആൾ വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോയാൽ എനിക്ക് അവിടെ പാർലിക്കാട് ഇറക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുത്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതും ഇടായിരുന്നു എന്ന്. പക്ഷേ ഞാനത് മറന്നുപോയി. അപ്പം അങ്ങനെ നാളികേരമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ കുറുമക്കറി, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. എനിക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വേറെ മോഡലൊക്കെ വെക്കാനായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ കാലത്ത് ഇങ്ങനെയൊക്കെ മതി, ഇവർക്ക് ഇങ്ങനെയായാലൊക്കെ അവർ കഴിച്ചോളും. അപ്പം അങ്ങനെ നൂലപ്പൊക്കെ ആറി വന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ കാസറോളിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബലം തോന്നിയെന്ന് എനിക്ക്. എന്നിട്ട് പിന്നെ പഴം പുഴുങ്ങിയതായി വന്നിട്ടുണ്ട്. അതും ഞാനൊരു പാത്രത്തിൽ മാറ്റിയിട്ട് അങ്ങനെ അവിടെ മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ഈ കുറുമക്കറിയൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ, അത് ഞാനൊരു പാത്രത്തിൽ പകർത്തി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് തൊട്ടുള്ള പണികളുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നോക്കട്ടെ. പിന്നെ കുളിക്കണം, ജോലിക്ക് പോകണം. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഉപ്പുമുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വറക്കാനായിട്ട് നോക്കി. അപ്പം അങ്ങനെ ചെറിയ ചാളയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഈ നത്തോലി മീനിൻ്റെ അത്ര പോകുന്ന ചാളയായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിടാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഒന്നിച്ച് അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ ആ ചാളയും വറുത്തെടുത്തു. പിന്നെ എല്ലാവർക്കും ചോറൊക്കെ ആക്കണം. മണിക്കൂട്ടിന് ഫുൾ ടൈം
ക്ലാസ് ഉണ്ട്, പരീക്ഷയുണ്ട്. അത് കാരണം പിന്നെ ഉച്ചയ്ക്ക് വരുമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ചോറൊക്കെ കൊടുത്തയക്കണം. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം എല്ലാവർക്കും ചോറാക്കുകയാണ്. അപ്പം അങ്ങനെ ചോറൊക്കെ ആക്കിയിട്ട് ജോലിക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. പിന്നെ എനിക്ക് 4000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുടങ്ങാണ്ട് കാണണം. നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇനി ചോറൊക്കെ ആക്കണം. ചോറൊക്കെ ആക്കി ബിജാഷേട്ടന് പിന്നെ ഞാൻ കായ ഉപ്പേരി ഒരു പാത്രത്തിലാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.